Welcome to Quantum Mechanics, part 37. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ടെല്ലാം കാണുന്നത് കുറേയേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, നേരത്തെ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ്. വൈ ഈസ് എ വേവ് പാക്കറ്റ് നീഡഡ് ഇൻ വേവ് മെക്കാനിക്സ്? വേവ് മെക്കാനിക്സിൽ വേവ് പാക്കറ്റിൻ്റെ ആവശ്യം എന്താണ്? ഇതാ ചോദ്യം. ഇലക്ട്രോണെ പോലുള്ള അറ്റോമിക് പാർട്ടിക്കിൾസ് വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അതുമായിട്ട് ഡി ബ്രോഫ് ഒരു വേവിനെ ബന്ധിപ്പിച്ചു. പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, വേവ് ലോക്കലൈസ്ഡ് അല്ല, അത് സ്പേസിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുക. പക്ഷേ പാർട്ടിക്കിൾ ലോക്കലൈസ്ഡാണ്. ഇത് രണ്ടും കൂടെ ടാലി ചെയ്യില്ല. രണ്ടാമത്തെ വസ്തുത, വേവിൻ്റെ വെലോസിറ്റി, മാറ്റർ വേവിൻ്റെ വെലോസിറ്റി പാർട്ടിക്കിൾ വെലോസിറ്റിയേക്കാൾ വളരെയധികം കൂടുതലാണ്. അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ, വേവ് വെലോസിറ്റി ഈക്വൽസ് c² ബൈ പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ കൂടി വേവ് നിൽക്കില്ല. വേവ് മുന്നേ അങ്ങ് പോകും, പാർട്ടിക്കിൾ പുറകെ താളം തുല്യം. ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേവ് പാക്കറ്റ് വേണം. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ്സ് കമ്പൈൻ ചെയ്താൽ ഒരു സിംഗിൾ മാക്സിമം ഫോം ചെയ്യും. ദറ്റ് ഈസ് കോൾഡ് വേവ് പാക്കറ്റ്. അത് ലോക്കലൈസ്ഡ് ആണ് ടു എ വെരി ഹൈ എക്സ്റ്റെൻറ്റ്. മാത്രവുമല്ല, അതിൻ്റെ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലുമാണ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ കൂടെ അതെപ്പോഴും ഉണ്ടാവും എന്ന് സങ്കല്പിക്കാം. ദീസ് ആർ ദി ആൻസേഴ്സ്. അപ്പോൾ പോയിൻറ്റ്സ്. അപ്പോൾ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് എക്സിബിറ്റ് വേവ് നേച്ചർ, so that de Broglie associated a wave with particles. A single wave cannot express the localized nature of material particle because it is spread in space. Another point is, velocity of matter wave is very high compared to velocity of particle, so that it will not accompany moving particle. These two are remedied by the introduction of wave packet. That is the answer. Next one. What is the de Broglie wavelength associated with an electron in the n equals 1 orbit of Bohr atom? What is the circumference of the first Bohr orbit? നമുക്കറിയാം, ഹൈഡ്രജൻ ആറ്റത്തിലെ ഓർബിറ്റിൻ്റെ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. അത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് എടുത്താൽ ടോട്ടൽ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ ഡബിളാണ്. മൈനസ് വിത്ത് മൈനസ് ആയി, സെയിം സൈഡ്, -27.2 ഇലക്ട്രോൺ വോൾട്ട്. ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ആവശ്യം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, ടോട്ടൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. യു ക്യാൻ സീ ഇറ്റ്. അപ്പോൾ ഹൈഡ്രജൻ ബോർ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ ജനറലായിട്ട് -13.6 ബൈ n² എന്ന എനർജി ഓഫ് ദി n ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റിൻ്റെ എനർജി. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് എടുക്കുമ്പോൾ
total energy is minus 13.6 electron volt. എങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലസ് സൈൻ അങ്ങ് എടുത്താൽ മതി, അതിൻ്റെ മോഡുലസ് എടുത്താൽ മതി. 13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ കൈനറ്റിക് എനർജി of the first orbit of the electron in the first orbit equals 13.6 electron volt. അതിനെ ജൂളാക്കണം. അപ്പോൾ 13.6 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.6 ഇൻറ്റു 10⁻⁻19. So answer is 21.76 into 10⁻⁻19 joule. Again, d Brough wavelength, ഈ കൈനറ്റിക് എനർജി ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡി ബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് എച്ച് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2me. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എച്ച് ഈസ് 6.63 into 10⁻34 divided by square root of 2 into mass of electron is 9.1 into 10⁻31. ഇവിടെ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഒന്നും എടുക്കുന്നില്ല. into E is 21.76 into 10⁻⁻19. You will get it as 0.333 into 10⁻⁹ meter or 3.33 into 10⁻10 meter, or that is 3.33 angstrom units. ഇതാണ് ഡി ബ്രോഫ് വേവ് ലെങ്ത്. ഇനി സർക്കംഫറൻസ് ഓഫ് ഫസ്റ്റ് ബോർ ഓർബിറ്റ്. ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ്, nth ഓർബിറ്റിൻ്റെ റേഡിയസ് ഇത് ഓർത്തിരിക്കണം, RN ഈക്വൽസ് 0.53 n² ആങ്സ്ട്രം യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ R1 ഈക്വൽസ് 0.53 ഇൻറ്റു 1² ഓർ 0.53 ആങ്സ്ട്രം യൂണിറ്റ്. അഗേ സർക്കംഫറൻസ് സർക്കുലർ ഓർബിറ്റ് ആകുമ്പോൾ 2πr1. That is 2π into this much. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ആങ്സ്ട്രം യൂണിറ്റില്ല. അപ്പോൾ ആൻസർ 3.33 ആങ്സ്ട്രം യൂണിറ്റ് എന്ന് തന്നെ കിട്ടും. ഇത് തന്നെ കിട്ടും. ഇവിടെ ഇതുപോലെ n ഈക്വൽസ് 2 n ഈക്വൽസ് 3 ഒക്കെ എടുത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം ഓരോ കേസ്. Another one. Assume that the uncertainty in the location of a particle is equal to its de Broglie wavelength. Show that the uncertainty in its velocity is equal to its velocity. നമുക്ക് തന്നിട്ടുള്ളത് uncertainty in position is equal to d Broglie wavelength എന്നാ. So delta x equals h by mv. ഇനി ഡെൽറ്റ p ഈക്വൽസ് m ഇൻറ്റു വി എന്നാ മൊമെൻറ്റം പാർട്ടിക്കിളിന്. അപ്പോൾ ഡെൽറ്റ പി അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ m ഇൻറ്റു ഡെൽറ്റ വി. മാസിന് അൺസർട്ടൻറ്റി പറയുന്നില്ലല്ലോ, അപ്പോൾ m ഇൻറ്റു ഡെൽറ്റ വി. ഇനി അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈക്വൽസ് എച്ച്. ഡെൽറ്റ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് ബൈ എം വി ഇൻറ്റു ഡെൽറ്റ പിയുടെ സ്ഥാനത്ത് എം ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽസ് എച്ച്. ഈ എം ക്യാൻസൽ ചെയ്യും, എച്ച് രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യും, പോയിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ വി ഈക്വൽസ് വി ഇൻറ്റു 1 വി. അപ്പോൾ അൺസർട്ടൻറ്റി ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇറ്റ് സെൽഫ്. പ്രൂവ് ചെയ്തല്ലോ. Okay. Question number 4. Velocity of matter wave exceeds velocity of light. Does this contradict relativity theory? മാറ്റർ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് c² പാർട്ടിക്കിൾ വെലോസിറ്റിയാണ്. അത് സിയേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ദി ഹയസ്റ്റ് പോസിബിൾ വെലോസിറ്റി ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് സി. പിന്നെ അങ്ങനെ മാറ്റർ വേവിന് ഈ വെലോസിറ്റി സിയേക്കാൾ കൂടിയ വെലോസിറ്റി വരുമ്പോൾ റിലേറ്റിവിറ്റിയോട് ടാലി ചെയ്യുമാണ്. ദി പ്രോബ്ലം ഈസ് സിമ്പിൾ.
മാറ്റർ വേവ് ഒരു ഐഡിയൽ വേവ്, ഒരു സങ്കല്പ തരംഗമാണ്. മാത്രമല്ല ഇറ്റ് ഡസൻറ്റ് ക്യാരി എനർജി അറ്റ് ദാറ്റ് ഹൈ സ്പീഡ്. ആ ഹൈ സ്പീഡിൽ അത് എനർജി വഹിക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല അതുകൊണ്ട് തന്നെ അതൊരു സിഗ്നലോ ഇൻഫർമേഷനോ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല, ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ matter wave does not carry energy at the velocity higher than at its velocity higher than the velocity of light, and is not used to carry signal or information. So it doesn't contradict relativity theory. അതൊരു സങ്കല്പ സാരംഗമാണ്. സങ്കല്പത്തിൽ എന്തുമാകാമല്ലോ. കണ്ണടയ്ക്കുന്ന നിമിഷം കൊണ്ട് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്ത് എത്തിച്ചേരാമല്ലോ. കണ്ണ് ചിമ്മുന്നതിനകം നമുക്ക് സൂര്യനിൽ എത്തിച്ചേരാം മനസ്സുകൊണ്ട്. സങ്കല്പത്തിൽ എന്ത് സാധിക്കും? നെക്സ്റ്റ്, എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി 10⁻16 Hz strikes a stationary hydrogen atom and bounces back without change in frequency and wavelength. What is the momentum imparted to the hydrogen atom? ഹൈഡ്രജൻ ആറ്റം സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു. അതിലേക്ക് ഒരു ഫോട്ടോൺ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഫോട്ടോണിൻ്റെ മൊമെൻ്റ് നമുക്കറിയാം h/λ. ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് തെറിക്കും വിത്ത് എ മൊമെൻറ്റം Δp. ഇത് ബൗൺസ് ബാക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അപ്പോൾ തിരിച്ചു വരിക ഇത്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം -h/λ. ഇനിഷ്യൽ മൊമെൻറ്റത്തിന് ഓപ്പോസിറ്റാണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ടോട്ടൽ ഇനിഷ്യൽ മൊമെൻറ്റം മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം. Here it is h/λ plus 0, ഇത് സ്റ്റേഷനറിയാണ്, ഈക്വൽസ് -h/λ plus Δp, from which Δp equals h/λ plus h/λ, that is 2h/λ, or 2h/λ is c/nu. So it is 2h/c, that is 2 into 6.6 into 10⁻⁻34 into nu തന്നിട്ടുണ്ട് 10⁻16 divided by c is 3 into 10⁻8. Answer is 4.4 into 10⁻26 kilogram meter per second. That is the momentum. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ നല്ല നല്ല ചോദ്യങ്ങൾ അടുത്ത പോസ്റ്റിങ്സിൽ വരും. നിങ്ങൾക്കത് കിട്ടാൻ ബുദ്ധിമുട്ട് വരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ. പറയാനുള്ളത് ഞാൻ പറയുന്നു. താങ്ക് യു.